ഈ ഈ ഈ ആരിൽ നിന്നാണോ അറിയേണ്ടത് അവരിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. ഞാൻ വിശ്വസിച്ചത്, ഈ രാജ്യത്തിലെ സാധാരണക്കാരനായ ജനങ്ങൾ വിശ്വസിച്ചത്, ഈ രാജ്യത്തിൻ്റെ സൈനിക പ്രതിനിധികൾ പത്രസമ്മേളനം നടത്തി സീസ് ഫയർ ഉണ്ടായിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നിലവിൽ വന്നു എന്ന് 6 മണിക്ക് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിശ്വസിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ ഡൊണാൾഡ് ട്രംപിനേക്ക് വിശ്വസിച്ചിട്ടുണ്ടാവുക, അയ്യോ വളരെ സന്തോഷം. കോൺഗ്രസ്സുകാർ ഡൊണാൾഡ് ട്രംപിനേക്ക് വിശ്വസിച്ചിട്ടുണ്ടാവുക, വളരെ സന്തോഷം, നിങ്ങൾ അവരെ വിശ്വസിച്ചോളൂ. പക്ഷേ ഈ രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിച്ചത് 6 മണിക്ക് പത്രസമ്മേളനം നടത്തി സൈനിക പ്രതിനിധികൾ പറഞ്ഞപ്പോഴാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നത് എവിടെ നിന്നാണ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? ആരോ അല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ്. ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഇവർക്ക് ആരൊക്കെയോ ആയിരിക്കും അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യത്തെ ജനങ്ങൾക്ക് ആരുമല്ല. ഈ വിഷയത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരന് അങ്ങനെയെങ്കിൽ പിന്നെ അദ്ദേഹം അത് തന്നെയാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആരാണ് ഇതേക്കുറിച്ച് അറിയിക്കാൻ? നിക്കട്ടെ. ഇവര് പറഞ്ഞതല്ല വിശ്വസിച്ചത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതല്ല ഇന്ത്യൻ ജനത വിശ്വസിച്ചത്. ഇന്ത്യൻ ജനത വിശ്വസിച്ചതും മുഖവിലക്കെടുത്തതും 6 മണിക്ക് ഇന്ത്യൻ സൈനിക പ്രതിനിധികൾ പറഞ്ഞതാണ്. ബാലാക്കോട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യൻ സൈനിക പ്രതിനിധികൾ പറഞ്ഞപ്പോൾ, ബാലാക്കോട്ടിൽ അക്രമമുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനത വിശ്വസിച്ചു, കോൺഗ്രസ്സുകാർ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഉപ്പുവെച്ച കലം പോലെ ആയത്. ഈ ഉപ്പുവെച്ച കലം പോലെ നാട്ടിൽ നടക്കുന്ന 70-80% തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോൽക്കുന്നതും BJP ജയിക്കുന്നതും ഇതുകൊണ്ടാണ്. ഞാനെന്താ നേരത്തെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തിൽ 45 വോട്ട് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ പട്ടാളം പറയുന്നത് വിശ്വസിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വിശ്വസിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പറയുന്നത് ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംഘർഷം ഉണ്ട് കോൺഗ്രസിന്റെ അകത്ത്. ഇപ്പൊ ശശി തരൂരിനെ വാൺ ചെയ്തിരിക്കുക. തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരൊറ്റ ഒരുത്തൻ കോൺഗ്രസിൽ ഇനി നിൽക്കൂല. കാരണം ഈ വിഷയത്തോടു കൂടി കോൺഗ്രസിന്റെ തനിനിറം പുറത്തു വന്നു. ശശി തരൂർ കഴിഞ്ഞ കുറെ ദിവസമായി പറയുന്നു, നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇത് സന്നിഗ്ധ ഘട്ടമാണ്, സർക്കാർ പറയുന്നത് കൂടെ നിൽക്കണം. ഇതപ്പോൾ വാൺ ചെയ്തിരിക്കുക. തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരൊറ്റ ഒരുത്തൻ അതിൻ്റെ അകത്ത് സ്വസ്ഥതയോടെ നിൽക്കൂല. ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്ത് പെരുപ്പിക്കണ്ട. അത് അങ്ങനെയാണ് കോൺഗ്രസ്. അതിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം അതിന്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ അത് നന്നാവണമെന്നില്ല. പിന്നെന്താ?